എല്ലാവർക്കും ഗുഡ് വൈബ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു സ്വിച്ച് ബോർഡിനെ കുറിച്ച് പറയാനാണ് കേട്ടോ. ഈ സ്വിച്ച് ബോർഡ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ പലരും യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ പലരും യൂസ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇതിൽ യൂസ് ചെയ്യുന്നവർക്ക് പോലും ഇതിൻ്റെ ശരിയായ ബെനിഫിറ്റ്സോ അത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിലൊക്കെ ഉപരി ആ ഒരു സ്വിച്ച് ബോർഡ് എന്തിനാണ് ആ ഒരു സ്വിച്ച് ബോർഡ് എന്നുള്ള കാര്യം പോലും അറിയാതെ ആയിരിക്കും വെറുതെ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ആ സ്വിച്ച് ബോർഡ് അതിൻ്റെ ബെനിഫിറ്റ്സ്, അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് ആ സ്വിച്ച് ബോർഡ് എന്നൊക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ആദ്യമേ തന്നെ സ്വിച്ച് ബോർഡ് എന്താണെന്ന് പറയാം. വൂൾഫ് മാജിക് ബിഗിൻ നൗ. വൂൾഫ് മാജിക് ബിഗിൻ നൗ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായിരിക്കാം, ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതായിരിക്കാം. വളരെ പോപ്പുലറായ ഒരു സ്വിച്ച് ബോർഡാണ് കേട്ടോ. ആദ്യമേ തന്നെ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം, ഏതൊക്കെ സിറ്റുവേഷൻസിലാണെന്ന്. ചിലർ വല്ലാതെ എല്ലാ കാര്യത്തിനും ഭയപ്പെടുന്നവരായിരിക്കാം. സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ വല്ലാതെ പേടിക്കുന്നവരായിരിക്കാം. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് കരുതും എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കാം. വല്ലാത്ത ആൻസൈറ്റി ഉള്ളവരായിരിക്കാം. ഒട്ടും ധൈര്യമില്ലാതെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഒട്ടും ധൈര്യമില്ലാതെ അതെങ്ങനെയാണ് നേരിടേണ്ടത് എന്നറിയാതെ സ്റ്റക്കായി പോകുന്നവരായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് അനുഭവിക്കുന്ന നിങ്ങളാണെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട സ്വിച്ച് ബോർഡാണ് ഈ വൂൾഫ് മാജിക് ബിഗിൻ നൗ എന്ന് പറയുന്ന സ്വിച്ച് ബോർഡ് പ്രധാനമായിട്ടും. കാരണം എല്ലാ സിറ്റുവേഷൻസിലും നമുക്ക് വ്യക്തമായ ഒരു ക്ലാരിറ്റി കിട്ടാനും നമുക്ക് തന്നെ നല്ലൊരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു കറേജ് എന്ന് പറയുക, ഒരു ധൈര്യം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്വിച്ച് ബോർഡാണ് ഈ ഒരു സ്വിച്ച് ബോർഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സ്വിച്ച് ബോർഡിനെ പറയുന്നത് തന്നെ മറ്റുള്ളവർ മനസ്സിലാക്കാത്ത നമ്മുടെ ഉള്ളിലൊരു ഇന്നർ സ്ട്രെങ്ത് എന്ന് പറയില്ലേ, നമ്മുടെ ഉള്ളിലൊരു ശക്തി തിരിച്ചറിയാൻ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം ആ ഒരു നമ്മുടെ ബലം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മളെ ഈ ചുറ്റിപ്പറ്റി ഇതുപോലുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ഇന്നർ സ്ട്രെങ്ത് മനസ്സിലാക്കാനും അത് വളർത്തിയെടുക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സ്വിച്ച് ബോർഡാണ് വൂൾഫ് മാജിക് ബിഗിൻ നൗ. അത് പറയാൻ കാരണം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എന്താണ്, വൂൾഫ് എന്ന് പറയുന്ന ആ ഒരു അനിമൽ അല്ലേ, അതിനെന്താണ് പ്രത്യേകത എന്ന് പറയുന്നത്, വളരെ കറേജിയസും കണ്ണിങ്ങും ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാ സിറ്റുവേഷൻസിനും വളരെ സെൽഫ് കൺട്രോൾഡ് ആയിരിക്കും കേട്ടോ. വൂൾഫ് എന്ന് പറയുന്നത് സെൽഫ് കൺട്രോൾഡാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ധൈര്യത്തോടു കൂടിയും എന്നാൽ നല്ല കണ്ണിങ്ങുമായിട്ടും ഡിസിഷൻസ് എടുക്കാൻ കഴിവുണ്ട്. ഒട്ടും ഭയപ്പെടുന്ന ഒരു അനിമലല്ല വൂൾഫ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആ ഒരു അനിമലിൻ്റെ തന്നെ ആ ഒരു ഇത് സ്വിച്ച് ബോർഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, വൂൾഫ് മാജിക് ബിഗിൻ നൗ. കുറച്ചുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വൂൾഫിൻ്റെ അതേ എനർജി നമ്മളിലും ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ആ ഒരു സ്വിച്ച് ബോർഡിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. വൂൾഫ് എനർജി ആക്ടിവേറ്റഡ് ആണ്. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ വൂൾഫ് മാജിക് ബിഗിൻ നൗ എന്ന് പറയുന്ന സ്വിച്ച് ബോർഡ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്ന നമ്മുടെ എല്ലാ സ്വിച്ച് ബോർഡ്സ് പോലെ തന്നെ നമ്മൾ ഈ സ്വിച്ച് ബോർഡ്സ് നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ ചാൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മോർണിംഗ് ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ മോർണിംഗ് മാത്രം നിങ്ങൾക്ക് ചാൻറ്റ് ചെയ്യാം, നൈറ്റ് ചാൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ വല്ലാത്ത, ഞാൻ പറഞ്ഞില്ലേ, വല്ലാത്ത സ്റ്റക്കായി പോയ സിറ്റുവേഷൻസ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾക്ക് വല്ലാതെ ഭയം തോന്നുന്ന സമയത്ത്, ആൻസൈറ്റി ഒരുപാട് വരുന്ന സമയത്ത്, ഇങ്ങനെയൊക്കെ ഉള്ള ടൈമിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ല, ഞാൻ ഇങ്ങനെയാണ്, പൊതുവേ എൻ്റെ നേച്ചർ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനത്തെ ഒരു വ്യക്തിയാണ് എന്നുള്ളവരാണ് െങ്കിൽ ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് ഈ സ്വിച്ച് ബോർഡ്സ് യൂസ് ചെയ്യാം കേട്ടോ. കാരണം സ്വിച്ച് ബോർഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും ചിന്തിക്കൂ, അത് എപ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ്, ഡയറക്റ്റ് കമാൻഡാണ്. അല്ലാതെ നമ്മൾ അതിനുവേണ്ടി ഇങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്യേണ്ടതും ആ കാര്യം പറയുമ്പോൾ ഇന്ന കാര്യം നമ്മൾ ഇമാജിൻ ചെയ്തായിരിക്കണം പറയേണ്ടത് എന്നൊന്നുമില്ല. നമ്മുടെ ഫോക്കസോ കോൺസെൻട്രേഷനോ സ്വിച്ച് ബോർഡ്സിന് ആവശ്യമില്ല. വെറുതെ നമ്മൾ എന്ത് സൈഡ് ബൈ സൈഡ് നമ്മൾ എന്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും നമുക്ക് മൈൻഡിൽ ഇത് ചാൻറ്റ് ചെയ്തുകൊണ്ടിരുന്നാലും നമുക്ക് ആ റിസൾട്ട് ലഭിക്കുമെന്നുള്ളതാണ്. ഇനി ചിലർ ചോദിക്കുമ്പോൾ എത്ര ടൈംസാണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഇന്ന ടൈമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. 21 ടൈംസ്, 108 ടൈംസ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എത്രമാത്രമാണോ പറയാൻ പറ്റുന്നത് അത്രത്തോളം പറയാം. ഇനി നിങ്ങൾക്ക് ടൈം ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫ്രീ ആകുന്ന ഒരു ടൈം തിരഞ്ഞെടുത്ത് കണ്ണുകളടച്ച് ഒരു 3 ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം നല്ല കാമായിട്ടുള്ളൊരു പ്ലേസിലിരുന്ന് കണ്ണുകളടച്ച് നിങ്ങൾക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് ലഭിക്കും അത് പറയുന്നത് വഴി. വൂൾഫ് മാജിക് ബിഗിൻ നൗ.
വൂൾഫ് മാജിക് ബിഗിൻ നൗ. അങ്ങനെ നിങ്ങൾക്ക് വളരെ ഒരു മെഡിറ്റേഷൻ പോലെ നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു അത് ഇപ്പോൾ ബ്ലൂവോ ഗ്രീൻ പെന്നോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇത് എഴുതി വയ്ക്കാം. എഴുതി വെച്ചാലും നിങ്ങൾക്ക് ചാൻറ്റ് ചെയ്യുന്നതിൻ്റെയും എഴുതുന്നതിൻ്റെയും അതേ നിങ്ങൾക്ക് ഫലം ലഭിക്കും കേട്ടോ. ലെഫ്റ്റ് ഹാൻഡിൽ എവിടെയെങ്കിലും നിങ്ങൾ വൂൾഫ് മാജിക് ബിഗിൻ നൗ. നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ ആ ഒരു ഭയം ഇതൊക്കെ മാറി നിങ്ങൾക്കൊരു ചേഞ്ച് കാണുന്നത് വരയ്ക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ബോഡി പാർട്സിൽ ലെഫ്റ്റ് ഹാൻഡിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് എഴുതി വയ്ക്കാം കേട്ടോ. കാരണം ചിലർക്ക് ചാൻറ്റ് ചെയ്യാൻ അത്ര സമയം ഉണ്ടാകാറില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പ്ലേസിൽ ഇത് എഴുതി നിങ്ങൾക്ക് ഒട്ടിച്ചു വയ്ക്കാം. അപ്പോൾ നിങ്ങൾ നിരന്തരം അത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സ്വിച്ച് വേർഡ് ഓർമ്മ വരികയും നിങ്ങളത് ചാൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സ്വിച്ച് വേർഡ്സ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത് ഇത് എന്തിനാണ് ആ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങൾക്ക് വല്ലാത്ത ഭയം, നിങ്ങൾക്ക് ഒട്ടും നിങ്ങൾ നിങ്ങൾ വളരെ വീക്കായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ മാറ്റിയെടുക്കാനും നിങ്ങൾക്ക് സെൽഫായിട്ടൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനും വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ വൂൾഫ് മാജിക് ബിഗിൻ നൗ എന്ന് പറയുന്ന സ്വിച്ച് വേർഡ് നമ്മൾ നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മിറാക്കിൾസ് നമ്മളിൽ സംഭവിക്കുമെന്നാണ് പറയുന്നത്. ചെറുതും വലുതുമായ ഒരുപാട് മിറാക്കിൾസ്. ആ മിറാക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റവും പോലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു മിറാക്കിളാണ് അല്ലേ. അത് ആ ഒരു ചേഞ്ച്, നിങ്ങളുടെ ആ ഒരു സ്വഭാവം മാറുന്നതിനനുസരിച്ച് നിങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ നടത്തുന്നത് നിങ്ങളിലുണ്ടാകുന്ന ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വർദ്ധിക്കുന്നത് വഴി നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇടും. നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് വളരെ വീക്കാണ് ഞാൻ എന്നും ഞാൻ ഈ പറഞ്ഞ സിറ്റുവേഷൻസിൽ കടന്നു പോകുന്നവർ ഉറപ്പായിട്ടും വൂൾഫ് മാജിക് ബിഗിൻ നൗ എന്ന് പറയുന്ന സ്വിച്ച് വേർഡ് ഡെയിലി ബേസിസിൽ എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു മെത്തേഡ് വഴി ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റേതായ മാറ്റം നിങ്ങൾക്കുണ്ടാകും കേട്ടോ. അപ്പോൾ സ്വിച്ച് വേർഡ് എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് ചേഞ്ച് എന്നുള്ളതെന്ന് പറയുക. അപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.